നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി പുറത്തേക്ക്. വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ. മാധ്യമങ്ങളോട് സംസാരിക്കരുത്, ഒരു സിം മാത്രം ഉപയോഗിക്കാം. എറണാകുളം ജില്ല വിട്ടുപോകരുത്. സുനിയുടെ സുരക്ഷ പോലീസ് ഉറപ്പാക്കണമെന്നും കോടതി. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ വിജിലൻസ് മേധാവി നേരിട്ട് അന്വേഷിക്കും. അന്വേഷണ ഉത്തരവ് ഇന്ന് വിജിലൻസ് ഡയറക്ടർ കൈമാറും. വിജിലൻസ് SP K കാർത്തിക് നേതൃത്വം നൽകും. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന നിലപാടിൽ ഉറച്ച CPI. കുറ്റവാളിയാണെങ്കിൽ സംരക്ഷിക്കില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ജോലിഭാരത്തെ തുടർന്ന് ജീവനക്കാരി മരിച്ച സംഭവത്തിൽ പരാതിയുമായി കൂടുതൽ ജീവനക്കാർ. EY കമ്പനി ചെയർമാന് മറ്റൊരു ജീവനക്കാരി അയച്ച മെയിൽ സന്ദേശം പുറത്ത്. ഇത് ആദ്യ സംഭവമല്ലെന്നും ഇനിയൊരു അന്ന ഉണ്ടാകരുതെന്നും സന്ദേശത്തിൽ. അന്ന 16 മണിക്കൂർ വരെ നിരന്തരം ജോലി ചെയ്തിരുന്നുവെന്ന് സുഹൃത്ത്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അടക്കമുള്ള 3 പേർക്കായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ഡ്രഡ്ജർ ഉപയോഗിച്ച് ഗംഗാവലി പുഴയിലെ മണ്ണും മരങ്ങളും നീക്കും. നാവികസേനയുടെ ഡൈവർമാർ ഉച്ചയ്ക്ക് ശേഷം എത്തും. പുഴയിലെ ഒഴുക്ക് കുറഞ്ഞത് തെരച്ചിലിന് അനുകൂലം. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ പ്രതീക്ഷയെന്ന് ഈശ്വർ മൽബെ. മലപ്പുറത്ത് എംപോക്സ് ബാധിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും രോഗബാധയില്ല. എല്ലാവരുടെയും പരിശോധനാ ഫലം നെഗറ്റീവ്. എംപോക്സ് വകഭേദം ഏതാണെന്ന പരിശോധനാ ഫലവും ഇന്ന് പുറത്തുവരും. വ്യാപനശേഷി കൂടുതലുള്ള വകഭേദമാണെങ്കിൽ നിയന്ത്രണം കടുപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ നടത്തിയിരുന്ന സമരം ഭാഗികമായി അവസാനിപ്പിച്ചു. പിന്മാറ്റം പ്രളയ സാഹചര്യം കണക്കിലെടുത്ത്. നാളെ മുതൽ അവശ്യ സേവനങ്ങൾ പുനരാരംഭിക്കും. OP ബഹിഷ്കരണം തുടരും. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി പുറത്തേക്ക്. വിചാരണ കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. മാധ്യമങ്ങളോട് സംസാരിക്കരുത്, ഒരു സിം മാത്രം ഉപയോഗിക്കാം, എറണാകുളം ജില്ല വിട്ടുപോകരുത് തുടങ്ങിയ പ്രധാനപ്പെട്ട ഉപാധികളാണുള്ളത്. കൂടുതൽ വിവരങ്ങൾ എബി ജോൺ തോമസ് നൽകും. എബി, ഇതിനു പുറമെ മറ്റെന്തെല്ലാം ഉപാധികളാണ് കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ലിബീഷ്, കർശന ഉപാധികളോടുകൂടി തന്നെ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് അനുമതിയില്ലാതെ വിചാരണ കോടതിയുടെ പരിധി വിട്ട് പോകരുത്. ഒപ്പം തന്നെ മറ്റ് പ്രതികളോട് ഒരു തരത്തിലുള്ള ബന്ധവും പുലർത്താൻ പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കരുത്, ഒരു സിം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിന് പുറമെ 1 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 ആൾജാമ്യം, ഇത്രമാത്രം ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് പൾസർ സുനിക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. ഇന്ന് ഇതിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ കോടതി വ്യക്തമാക്കിയത് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതാണ്. അതുകൊണ്ട് തന്നെ ജാമ്യ വ്യവസ്ഥ നിശ്ചയിക്കുക എന്നത് മാത്രമാണ്